ഹായ് ഹലോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ അസിനുൻ്റെ ബർത്ത്ഡേയുടെ ഡെക്കറേഷൻ നമ്മൾ തന്നെ ചെയ്താലോ എന്ന് വിചാരിച്ച് അതിനുള്ള സാധനങ്ങൾ വാങ്ങാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ബലൂൺസ് കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ കർട്ടനൊക്കെ നമ്മളവിടെ സെറ്റ് ചെയ്തിട്ട് അതുമ്പോൾ ബലൂണൊക്കെ വെച്ച് സെറ്റ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. പിന്നെ ഫിദോനെ കൂടെ നമ്മൾ കൂട്ടിയിട്ടുണ്ട്, കാരണം ബലൂൺ വീർപ്പിക്കാൻ ആൾ വേണമല്ലോ. 50 പീസിൻ്റെ 2 പാക്കറ്റാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. നമ്മുടെ കോസ്റ്റ്യൂം തീം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബ്ലാക്ക് പാക്കറ്റും ഒരു വൈറ്റ് പാക്കറ്റും അങ്ങനെയാണ് നമ്മൾ വാങ്ങിക്കുന്നത്. ടോട്ടൽ 100 ബലൂൺസ് ഉണ്ട്. അത് പിന്നെ ഒന്ന് സെറ്റാക്കാൻ നമ്മൾ 2 പമ്പ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു തലേ ദിവസം തന്നെ നമ്മൾ ബലൂണൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഒന്ന് സെറ്റാക്കിയാൽ മതിയല്ലോ എന്ന്. പക്ഷേ ഇങ്ങനെ വീർപ്പിച്ചിരുന്നതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ ഒരുപാട് ബലൂൺസ് അതിൻ്റെ ഇടയിൽ പൊട്ടുന്നുണ്ട്. വെറുതെ കിടന്നിട്ട് പൊട്ടുന്നുണ്ട്. എവിടെയെങ്കിലും തട്ടിയിട്ടാണോ നമുക്കറിയില്ല, നമ്മൾ സൗണ്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ. അപ്പം നമ്മൾ ബലൂണൊക്കെ വീർപ്പിച്ച് ഓൾമോസ്റ്റ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുള്ള ഫുഡൊക്കെ കൊടുത്തിട്ട് ബാക്കി നോക്കാമല്ലോ എന്ന് വിചാരിച്ച് രാത്രി ആയല്ലോ, പിന്നെ അവനെ ഉറക്കണമല്ലോ. അതുകൊണ്ട് തന്നെ അവനക്കുള്ള ഫുഡൊക്കെ കൊടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാമെന്നാണ് നമ്മൾ വിചാരിച്ചത്. പിന്നെ അവൻ്റെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞാൽ ഒരു ടൈമായി. അതിനുശേഷം നമ്മൾ ഈ സെറ്റാക്കിയ ബലൂണ് 2 എണ്ണമായിട്ട് കെട്ടിടണം. അതിന് ഞാൻ ഇല്ലാസ്ക പറഞ്ഞ് എനിക്ക് കെട്ടിടാൻ അറിയില്ല, ഈ എന്നെ ചെയ്തോണ്ടെന്ന് ഒക്കെ ഞാൻ സെറ്റാക്കി തരാമെന്ന് പറഞ്ഞ ആളാണത്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് അങ്ങോട്ട് ബലൂണൊക്കെ കൊണ്ട് സെറ്റാക്കി ഇട്ടിട്ട് 4 എണ്ണം വെച്ച് സെറ്റ് ചെയ്യുക. നമുക്കിതിനെ പറ്റി ഒരു ABCD അറിയില്ല, എന്നാലും യൂട്യൂബിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇത് അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യാന്നൊക്കെ ഞാനാണ് പറഞ്ഞത്. എന്നിട്ട് ഏകദേശം നമ്മളിങ്ങനെ ഒക്കെ സെറ്റാക്കി വെക്കുന്നുണ്ട്. പിന്നെ നാളെ രാവിലെ ബാക്കി നോക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട്. ബലൂണ് വീർപ്പിക്കാനും കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്തായിരുന്നു ഇരുന്നത്. പിന്നെ നമ്മൾ അകത്തേക്ക് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അജിനൂനെ ഉറക്കി കെടുത്തിട്ടാണ്. അപ്പോൾ അജിനൂനെ ഇടയ്ക്ക് ശ്രദ്ധിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ അകത്തിരുന്നിട്ടാണ് പിന്നെ ഈ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത്. അപ്പോൾ ഈ ബലൂണൊക്കെ നമുക്കിതുപോലെ 4 എണ്ണമാക്കി സെറ്റാക്കണം. നമ്മൾ വിചാരിച്ച പോലെ ആവുമെന്നൊന്നും അറിയില്ല, കാരണം നമുക്ക് ഇനി ആദ്യം നമ്മൾ വിചാരിച്ചത് ഒരു ആർച്ച് പോലെ സെറ്റ് ചെയ്യാനാണ്. പിന്നെ ആർച്ചിനുള്ള കമ്പിയൊന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ നമ്മളൊരു ഐഡിയക്ക് നൂലിട്ട് കെട്ടാമെന്നൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്കത് റെഡി ആവില്ലെന്ന് അറിയില്ലല്ലോ. ഞാനത് യൂട്യൂബിൽ കുറേ വീഡിയോസൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു, എങ്ങനെയാണ് സംഭവം എന്നൊക്കെ. അപ്പോൾ ആ ഒരു ഐഡിയക്ക് ഞാൻ ചെയ്യാനൊക്കെ ഏറ്റെടുത്തതാണ്. പിന്നെ എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിൽ വെച്ചിട്ടുള്ള ചെറിയൊരു പരിപാടിയില്ല. അപ്പോൾ പിന്നെ നമ്മൾ തന്നെ ഒരു ഡെക്കറേഷൻ പോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. പിന്നെ അതിനും ഉറങ്ങിയ കാരണം വലിയ അനർത്ഥമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളെന്തായാലും ബലൂണൊക്കെ അവിടെ വീർപ്പിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നാളെ രാവിലെ നോക്കാം എന്താവുമെന്ന്. നേരം വെളുത്തപ്പം ഞാൻ പോയി നോക്കി നോക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലാതെ ചില 1-2 ബലൂൺസ് പൊട്ടിയിട്ടുണ്ട്, അല്ലാണ്ട് ബാക്കിയൊക്കെ അവിടെ. ഇതുപോലെ 3 കേക്ക് സ്റ്റാൻഡൊക്കെ നമ്മൾ റെൻറ്റിന് എടുത്തിട്ടുണ്ടായിരുന്നു, ടേബിളിൽ വെക്കാലോ എന്ന് വെച്ചിട്ട്. ബാക്കി നമ്മൾ കെട്ടിട്ട ബലൂണൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്, കുറച്ച് തന്നെ പൊട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇതിന് പിന്നെ അജിനും നീട്ടിയിട്ടുണ്ടായിരുന്നു. അജിന് രാവിലെ ഉറക്കത്തിൽ നിന്ന് നീട്ടി ഒരു കിളി പോയ അവസ്ഥയിലാണ് ഇരിക്കുന്നത്. ഇതെന്തപ്പോൾ ഇവിടെ നടക്കുന്നത്, ഇവരൊക്കെ എന്താ കാട്ടുന്നത് വെച്ചിട്ടാണ് നോക്കുന്നത്. എന്നിട്ട് പിന്നെ ഓനൊക്കെ സെറ്റാക്കി ഭക്ഷണമൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ ബലൂണിൻ്റെ ബാക്കി പരിപാടികൾ നമുക്ക് ചെയ്യണ്ടേ. ആർച്ച് പോലെ നമുക്ക് ആർച്ച് കെട്ടാൻ അറിയില്ലെങ്കിലും എങ്ങനെയും സെറ്റാക്കണ്ടേ, അതിനുള്ള പരിപാടിയിലാണ് പിന്നെ അടുത്തത്. ആൾക്ക് പിന്നെ ബലൂണ് കണ്ടു നോക്കുമ്പോൾ പിന്നെ അത് വേണം. ഞാൻ കുറേ മാറ്റി നിർത്താൻ ശ്രമിച്ചു, ഞാൻ പൊട്ടിയൊക്കെ കഴിഞ്ഞാൽ സൗണ്ട് ആയിട്ട് പേടിക്കുമല്ലോ വെച്ചിട്ട്. പിന്നെ നമ്മുടെയും ചായ എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ആർച്ചൊക്കെ സെറ്റാക്കാമെന്ന് വിചാരിച്ചു. ഒരു കയറൊക്കെ എടുത്തിട്ട് ഞാൻ എൻ്റെ ഐഡിയക്ക് സെറ്റ് ചെയ്തതാണ്. ഇതിനെപ്പറ്റി അറിയാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയില്ല. പക്ഷെ ഞാനൊരു ഐഡിയക്ക് എങ്ങനെയെങ്കിലും നമുക്ക് ആ സെറ്റ് ചെയ്ത് നമുക്ക് കേക്ക് കട്ട് ചെയ്തിട്ട് കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കണ വരെ സെറ്റായി നിൽക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ കെട്ടിട്ടിട്ടുണ്ട് ഞാൻ. ഏകദേശം ആർച്ചൊന്നും നമ്മളാക്കിയില്ല, കാരണം ആർച്ചാക്കണമെങ്കിൽ ഇനി ഒരുപാട് ബലൂൺസും വേണം. പിന്നെ ആർച്ചാവില്ല, നമ്മൾ കെട്ടിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ആർച്ചാവാനാ. അപ്പം എനിക്ക് പറ്റുന്ന പോലൊക്കെ എന്നിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വിചാരിച്ച് 100 ബലൂണൊന്നും വാങ്ങേണ്ടിയിരുന്നില്ലാന്ന്, കാരണം അത് തീരണ്ടേ, നൂല് കഴിയാന്നല്ലാണ്ട് ബലൂൺ സെറ്റാവണ്ടേ. ഇതെത്ര കെട്ടിയിട്ട് ശരിയാവണമില്ല, വീണ്ടും ആദ്യം മുതൽ കെട്ടിയിട്ട് അങ്ങനെ 2 എണ്ണമാണ് ഞാൻ ഉണ്ടാക്കിയത്. കുറച്ചൊന്നും എൻ്റെ വലിപ്പത്തിനൊന്നും, എൻ്റെ വലിപ്പമല്ല, എന്നെക്കാളും കുറച്ചും കൂടി വലിപ്പമുണ്ട്, അങ്ങനത്തെ ഒരെണ്ണം. പിന്നെ ഒരു ചെറുതും കൂടി സെറ്റ് ചെയ്യാൻ, കാരണം ബലൂൺ ഉള്ളത് നമ്മൾ വീർപ്പിച്ചിട്ട് കെട്ടിട്ട് സെറ്റാക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട്. അങ്ങനെ ഏകദേശമൊക്കെ ഒന്ന് കഴിഞ്ഞാൽ പിന്നെ ഇല്ലാസ്ക പറഞ്ഞ് ഞാനിനി ബാക്കിയൊക്കെ ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു. പിന്നെ ഫ്രണ്ടിൽ കൊണ്ടുപോയിട്ട് ഇത് ഡബിൾ ടാപ്പ് ചെയ്ത് നിർത്താമെന്നായിരുന്നു നമ്മുടെ മൈൻഡിൽ. അതും പറ്റിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കുറേ ശ്രമിച്ചു, ഡബിൾ ടാപ്പിൽ നിൽക്കുന്നില്ല, അത് വീണ്ടും താഴത്തേക്ക് വീഴുന്നെ. അങ്ങനെ കുറേ നമ്മൾ ഒരുപാട് ടാപ്പ് ചുറ്റിയിട്ട് നമുക്കിത് സെറ്റായി കഴിയുന്നവരെ അവിടെ നിൽക്കണമല്ലോ. അതിനുവേണ്ടി കുറേ ടാപ്പ് ചെയ്തിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ നിർത്തിയിരുന്നു. ഫസ്റ്റ് വെച്ചത് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. രണ്ടാമത് നമ്മൾ വെച്ചത് ഡബിൾ ടാപ്പ് ചെയ്ത് നിർത്തിയിട്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് അതൊന്ന് ചെറുതായി താഴത്തേക്ക് വീണുണ്ടായിരുന്നു.
അപ്പോൾ ഈ സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ അവിടെ നിന്നോട്ടെ എന്ന് നമ്മൾ വിചാരിച്ച്. എന്താ വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് പിന്നെ അത് സെറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇതന്നെ ഞങ്ങൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ വിളിച്ചവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കണ്ടില്ല ആ ചെമരമ്മ വെച്ചിരിക്കുന്നത്, അത് കുറച്ച് കഴിഞ്ഞപ്പോൾ താഴത്തേക്ക് വീണ്ടായിരുന്നു. ഡബിൾ ടാപ്പ് ആയതുകൊണ്ട് അധികം നിന്നുണ്ടായിരുന്നില്ല. എൻ്റെ വീട്ടിൽ നിന്നും പിന്നെ നമ്മൾ വിളിച്ചവരൊക്കെ വന്നു തുടങ്ങിയിട്ട് നമ്മളൊന്നും കഴിഞ്ഞിട്ടില്ല. നമ്മൾ രണ്ടാളും ഇവിടെ ഫ്രണ്ടിൽ തന്നെ നിൽക്കുക. അജിനുവിനെ ഒന്നും ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അജിനുവിനെ കുളിപ്പിച്ചിട്ടോ മാറ്റിയിട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഫിദുവിനെ പിന്നെ തലേദിവസം നമ്മളെല്ലാം കഴിഞ്ഞിട്ട് രാത്രി 12 മണി 12:30 ആകുമ്പോൾ വീട്ടിലാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ ഇപ്പോൾ വന്നിട്ട് പിന്നെ ബാക്കി ചെയ്തോളാന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങനെ ഞാനും കുളിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഈ വണ്ണ് എഴുതിയതൊക്കെ നമ്മൾ റെൻറ്റിന് എടുത്തതാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊണ്ടുകൊടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ എപ്പയും കൂടി ഇതൊക്കെ ഞാൻ കട്ട് ചെയ്ത് തരാൻ പറഞ്ഞിട്ട് കുറച്ച് പാൽവേർഡ്സ് ഫോട്ടോസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരു 2 ഫ്രെയിമൊക്കെ ചെയ്യാൻ. പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൺഡേ ആണ്, നമ്മുടെ മോൻ്റെ ബർത്ത്ഡേ വരുന്ന മൺഡേ ആണ്. അപ്പോൾ സൺഡേ സ്റ്റുഡിയോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കിതൊന്നും കിട്ടിയില്ല. അപ്പോൾ അന്ന് രാവിലെ പോയിട്ടാണ്, മൺഡേ രാവിലെ പോയിട്ടാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രീ ബർത്ത്ഡേ ഷൂട്ടിൻ്റെ ഫോട്ടോസും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതും സൺഡേ ആകുമ്പോഴാണ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് നമ്മൾ ബർത്ത്ഡേ അന്ന് രാവിലെ പോയിട്ടാണ് ഈ പ്രിൻ്റ് കാര്യങ്ങളൊക്കെ ഇല്ലൊക്കെ വാങ്ങിക്കൊടുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ ഞാൻ ഓളെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ പോയി. ഞങ്ങൾക്ക് മാറ്റണമല്ലോ. പിന്നെ എപ്പോഴും കൂടിയിട്ട് തന്നെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഉണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രെയിമൊക്കെ ഞാൻ പിന്നെ വേഗം സെറ്റ് ചെയ്തിട്ട് ഉള്ളത് കൊണ്ടുവന്ന് കൊടുത്ത്, ഇതൊക്കെ ഇവിടെ വെച്ചോ, ഈ മിനി ഫോട്ടോസൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെ ഒക്കെ ആക്കിയിട്ട് അങ്ങോട്ട് തൂക്കിക്കോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് കാട്ടെന്ന് പറഞ്ഞു. കാരണം നമുക്ക് ടൈം ഒരുപാടായിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ വിളിച്ചവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, നമ്മളൊന്നും കഴിയാണ്ട്. പിന്നെ നമ്മൾ കുളിച്ച് മാറ്റി വന്ന്, നമ്മൾ ബ്ലാക്കാണല്ലോ നമ്മളെ ഡ്രസ്സ്, നമ്മൾ 3 ബ്ലാക്കാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ കേക്ക് സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ച് കേക്ക്, ഡോണറ്റ്സ്, കപ്പ് കേക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മളിവിടെ കൊണ്ടുവന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെയും കഴിഞ്ഞല്ലോ, പിന്നെ ഓക്കെയാണ്. അത് കഴിഞ്ഞാൽ അജിനുവിനെ മാറ്റി കൊടുത്താൽ മതിയല്ലോ. അജിനുവിൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഏറ്റവും ലാസ്റ്റ് മാറ്റി കൊടുക്കുന്ന അജിനുവിനാണ്. കാരണം അങ്ങനെ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ കരഞ്ഞാലോ അല്ലെങ്കിൽ എന്തെങ്കിലും സീനാക്കിയാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതാണ് നമ്മൾ സെറ്റ് ചെയ്തത്, നമ്മൾ തന്നെ സെറ്റ് ചെയ്തത്. ആ തിരക്കിൽ ചെയ്ത 2 ഫ്രെയിമാണിത്. കാരണം അന്ന് രാവിലെ പോയി പ്രിൻ്റ് എടുക്കണമല്ലോ. അപ്പോൾ വേഗം എഡിറ്റ് ചെയ്ത് വേഗം സെറ്റാക്കി പ്രിൻ്റ് എടുത്ത് കൊടുക്കുന്നു. പിന്നെ നമുക്ക് കുറച്ച് ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ വെക്കാണ്ടായിരുന്നു. അതുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു ഫൈനൽ ലുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മൾ എന്നെ സെറ്റ് ചെയ്തൊരു ചെറിയ ഡെക്കറേഷൻ്റെ പരിപാടി. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ അജിനുവിൻ്റെ ബർത്ത്ഡേയുടെ ബാക്കി വിശേഷങ്ങളായിട്ട് നമ്മൾ വരും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ.